കിഴക്കേക്കോട്ടയിൽ നിന്ന് വെറും 8 കിലോമീറ്റർ സഞ്ചരിച്ച് നമുക്ക് ഡയറക്റ്റ് വന്ന് കണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് ശംഖുമുഖം ബീച്ച്. എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസ് കണ്ടവർക്കറിയാം, ഞാൻ ഡയറക്റ്റ് അല്ല വന്നിരിക്കുന്നത്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലും വേളി ടൂറിസ്റ്റ് വില്ലേജും പോയിട്ട് ആ വഴിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് സ്ട്രൈറ്റ് റോഡ് പോകുന്ന വഴിയിലാണ് കേട്ടോ വെട്ടുകാട് ബീച്ചും ചർച്ചും അതുകൊണ്ട് വേളി ടൂറിസ്റ്റ് വില്ലേജും ഒക്കെ വരുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മത്സ്യകന്യകയാണല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ മെർമെയ്ഡിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയേക്കുന്ന ഈ ഒരു സാഗര കന്യകയെ ഒരു മുത്തുച്ചിപ്പിക്കകത്താണ് അദ്ദേഹം പണിഞ്ഞിട്ടുള്ളത്. 1990 പണിയാനായിട്ട് തുടങ്ങിയിട്ട് 2 വർഷം എടുത്തിട്ടാണ് ഇതിന്റെ ഫുൾ കംപ്ലീറ്റ് പണികളെല്ലാം തീർത്തത്. ഇതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതിലും ഭയങ്കരം നമുക്ക് അതിശയം തോന്നിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ സ്കൾപ്ചറായിട്ടുള്ള കാനായി കുഞ്ഞിരാമൻ സാറ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതിലും വലിയൊരു സ്കൾപ്ചറാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ പണിയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ നിയർ ബൈ എയർപോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് കാരണം കുറേ ആൾക്കാർ അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞത് കാരണമാണ് അദ്ദേഹം അതിന്റെ ഒരു വലിപ്പം കുറച്ചിട്ട് ഇപ്പം നിലവിൽ കാണുന്ന ഈ ഒരു സൈസിലേക്ക് ആക്കിയത്. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാനൊരു ന്യൂസിൽ കണ്ടതാണ്. ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ കണ്ടോ ബോട്ടിൽസ് ഒക്കെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് എവിടെയും ഉണ്ട്. നമ്മൾ കുറേ മലയാളികളാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല, പല ആൾക്കാർ വരുന്നതാണ്, പല ടൂറിസ്റ്റുകൾ വരുന്നതാണെങ്കിലും നമ്മൾ പുറത്ത് ഫോറിനേഴ്സ് ഒന്നും ഇങ്ങനെ അധികം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ലേഡിയുടെ സ്ട്രക്ചറൽ ബ്യൂട്ടി അതിമനോഹരമായിട്ട് കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്കൾപ്ചറിനോട് ചേർത്തിട്ട് തന്നെയാണ് MI-8 എന്ന് പറയുന്ന ഈ ഒരു ഹെലികോപ്റ്റർ സ്ഥാപിച്ചേക്കുന്നത്. ഇങ്ങനെ കാണുവാണെങ്കിൽ ഒരു ജസ്റ്റ് ഹെലികോപ്റ്റർ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങ് പോരും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞാൽ നമ്മൾ ഭയങ്കര കൗതുകത്തോടുകൂടി തന്നെ ആ ഹെലികോപ്റ്റർ കാണും. ആ ഹെലികോപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളൂ. പിന്നെ ഇതാണ് റിലാക്സേഷൻ സ്റ്റാച്ചു. ഇതും അദ്ദേഹം തന്നെ പണിഞ്ഞതാണ്. കുറച്ച് സമയോടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ആക്റ്റീവായിട്ട് വരത്തുള്ളൂ. ഞാൻ വരുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മത്സ്യകന്യകയും പുതിയതായിട്ട് വന്ന ഹെലികോപ്റ്ററൊക്കെ കാണിച്ചു കൊടുത്ത ആൾക്കാർക്ക് മനസ്സിലായത് ശംഖുമുഖമാണെന്ന്. അതുപോലെ തന്നെ ഈ കാണുന്ന കൽമണ്ഡപവും ശംഖുമുഖത്തെ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ്. പിന്നെ വേളി ടൂറിസ്റ്റ് വില്ലേജിലെ പോലെ തന്നെ ഇവിടെ കുതിരസവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വന്ന സമയത്ത് കുതിരയൊന്നും കണ്ടില്ല. മേ ബി കൊച്ചു പിള്ളേരെയും കയറ്റിക്കൊണ്ട് എവിടെയെങ്കിലും പോയി കാണും. മുമ്പ് വരുമ്പോഴൊക്കെ ഫാമിലി ആയിട്ടോ എന്തെങ്കിലും ആയിരിക്കും ശംഖുമുഖത്ത് വന്നിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ശംഖുമുഖത്ത് ഒറ്റയ്ക്ക് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ബീച്ചിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു ജംഗ്ഷനിലെ റോഡിൽ തന്നെ ദുർഗാദേവിയുടെ ഒരു ക്ഷേത്രവും ഉണ്ട്. അവിടുത്തെ എപ്പോഴൊക്കെയാണ് തുറക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ സർപ്പതീർത്ഥ കുളം എന്ന് പറഞ്ഞിട്ടൊരു കുളമുണ്ട്. അത് MI-8 ആ ഒരു ഹെലികോപ്റ്ററിന്റെ നിയർ ബൈ ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സ്ഥലത്തോട്ടേ ഞാൻ അധികം പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവിടെ കുറേ അധികം കപ്പിൾസ് ഒക്കെ ഇരിക്കുകയായിരുന്നു. ശംഖുമുഖത്ത് വന്നു കഴിഞ്ഞാൽ ടോട്ടലി ഇത്രയൊക്കെയാണ് കാണാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഓൾഡ് കോഫി കഫേ എന്ന് പറയുന്ന ഒരു ഫേമസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതാണ് ഓൾഡ് കോഫി ഹൗസ് എന്നാണ്, ഓൾഡ് കോഫി കഫേ അല്ല. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അടിപൊളി സീനറി ഒക്കെ കണ്ടിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ശംഖുമുഖത്ത് ടോട്ടലി വരുന്നത്. ഞാൻ കുറേ നേരം ഇങ്ങനെ തീരത്ത് കടലൊക്കെ കൊണ്ടിട്ട് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ശംഖുമുഖത്തെ വിശേഷങ്ങൾ. ഞാൻ വേറെ ഒന്നും ദൂരോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ശംഖുമുഖത്ത് ഇത്രയും സ്ഥലം ഇതിനെ ചുറ്റിപ്പറ്റി മാത്രമേ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം കുറച്ച് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഞാനത് പോയ ടൈമിൽ കുറേ അധികം ആൾക്കാർ വന്നിട്ട് ക്ലീനിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെയോ ഏതോ ഒരു ക്ലബിൻ്റെയോ ഭാഗമായിട്ടായിരുന്നോ എന്ന് തോന്നുന്നു. അവരെല്ലാം ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. മിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളിലും പോകുമ്പം ഏറ്റവും അധികം എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഇങ്ങനെ വേസ്റ്റുകൾ ഇങ്ങനെ അലക്ഷ്യമായിട്ട് പറക്കിയിടുന്നതാണ്. നമ്മൾ നമ്മുടെ ബാഗിൽ ഇട്ടുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരിക, അല്ലെന്നുണ്ടെങ്കിൽ ഡസ്റ്റ്ബിൻ എല്ലായിടവും കാണും, അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക. അവനവൻ്റെ കാര്യം മാത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സൊസൈറ്റിയിലും ഈ ഒരു വേസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതായിക്കോളും. അപ്പോൾ തിരിച്ച് എയർപോർട്ട് വഴിയിട്ടായിരുന്നു വീട്ടിലോട്ട് വന്നത്. വീട്ടിലോട്ടല്ല, റൂമിലോട്ട് വന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.